ഹലോ ഗൈസ്, നമ്മുടെ പുതിയ ദിവാലി അപ്ഡേറ്റ് എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അത് ദിവാലി അപ്ഡേറ്റ് തന്നെ അല്ലേ എനിക്കറിയത്തില്ല. ദിവാലി അപ്ഡേറ്റ് എന്നാണ് കണ്ടേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ദിവാലി അപ്ഡേറ്റിനെ പ്രമാണിച്ച് കളിക്കും. ദൈവത്തൻ എൻ്റെ എനിമിയായിട്ട് വരാൽ ജെയ്സൺ. മലയാളിയാണ്. അപ്പോൾ നമുക്കിന്ന് അവൻ്റെ ഒപ്പം കളിക്കും ഗൈസ്. നമ്മൾ അവൻ്റെ ഒപ്പം മൂഞ്ചാൻ പാടില്ല, കാരണം ഒരു മലയാളിയുടെ ഒപ്പം നമ്മൾ മൂഞ്ചാൻ മോശമല്ല ഗൈസ്. നമ്മളൊരു ചെറിയ യൂട്യൂബറൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് അവൻ്റെ ഒപ്പം കളിക്കാം. അവൻ ഇരുന്ന് ഗൈസ്, അല്ലാതെ അവൻ്റെ തലക്കെട്ട് തന്നെ ഉണ്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ ദിവാലി അപ്ഡേറ്റിന് വേണ്ടി ഫ്രീ ആയിട്ട് വന്ന P90 സ്കിന്നും ഒരു ഗേൾ ബണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഗൈസ്. എനിക്ക് ഗേൾ ബണ്ടിൽ അങ്ങ് പെരുത്തിഷ്ടമായി ഗൈസ്. കാര്യം പറയുന്നത് നല്ല അടിപൊളിയാണ് ആ ഗേൾ ബണ്ടിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നല്ല അതിൻ്റെ ഹെയർ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു കിരൺ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെ താങ്ക് യു. ബണ്ടിൽ മാത്രമല്ല, P90ക്ക് നല്ല അപ്ഡേറ്റ് പോലെ അതിന് ആക്യുറസിയും കൂട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്പീഡും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബംഗാളിനെ നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വരാൽ ജെയ്സൺ ഉണ്ട് ഗെയ്സ്. ആ വരാൽ ജെയ്സൺ നമ്മുടെ ടീംമേറ്റ് ആയിട്ടുള്ള ഇന്ത്യ വിജയ് തീർത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമ്മൾ മലയാളിയുടെ ഒപ്പം അങ്ങനെ തോക്കാൻ പാടില്ലല്ലോ. നമ്മൾ പരമാവധി പിടിച്ചിരിക്കണം. അതും നമ്മുടെ എങ്ങാനും നമ്മുടെ വീഡിയോ കാണുന്നവനാണെങ്കിലോ. അപ്പോൾ നമ്മൾ അങ്ങനെ മൂഞ്ചി കൊടുക്കാൻ പാടില്ല. എങ്ങാനും നമ്മുടെ വീഡിയോ കാണുന്നവനാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടേ. അവനെ പിരിപ്പിക്കണ്ടേ നമ്മൾ. അപ്പോൾ അടിക്കാൻ നോക്കിയതല്ല, അവനെ സൂം ചെയ്ത് വെച്ചതാണ്. പക്ഷേ എന്തായാലും വുഡൻ ബോക്സിലേക്ക് കൊള്ളുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഫയർ ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇനി നമുക്ക് അവനെ കയറിച്ചില്ല. ആ രണ്ടുപേരും എനിക്ക് വൈപ്പാക്കാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ്. ആ രണ്ടുപേരും എനിക്ക് വൈപ്പാക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാം ഗൈസ്. വീണ്ടും അവൻ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ആ പൊട്ടൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 150 കൊടുത്ത് ഗ്ലൂ വാളിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ സ്റ്റാച്ച് വരണ്ടായിരുന്നു. നല്ല ഒരെണ്ണം കിട്ടി. എൻ്റെ ടീമേറ്റിനെ വരാൽ ജെയ്സൺ തീർത്ത് ഗൈസ്. വരയാൽ ജെയ്സണോ എങ്ങാണ്ടാണ് പേര്, എനിക്കറിയത്തില്ല. അത് എന്ത് പേരടാകുന്നത്. അപ്പോൾ അവൻ്റെ ഇങ്ങോട്ട് ചാടി വന്നെ. അവൻ്റെ സാൻഡിനെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെഡ് ഷോട്ട് നോക്കാം അല്ലേ. AWM ഹെഡ് ഷോട്ട്. വരാൽ ജെയ്സൺ തന്നെയാണ് ഗൈസ്. വരാൽ ജെയ്സൺ അങ്ങനെ ഇവിടെ തീർത്തിട്ടുണ്ട്. 2 കളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി 3 കളി എങ്ങാണ്ടുള്ളൂ. ഈ 3 കളിയും കൊണ്ടും ജയിച്ചാൽ വരാൽ ജെയ്സനെ പൊട്ടിച്ച് ഡെസേർട്ട് ഈഗിൾ. എൻ്റെ മോനെ, ഞാൻ ഡെസേർട്ട് ഈഗിളും കൊണ്ട് അങ്ങനെ ഇപ്പോൾ കളിക്കാറ് പോലില്ല ലോൺ വുൾഫിൽ. കളിച്ചതിനകത്ത് 1 ടാപ്പ് പ്രതീക്ഷിക്കണ്ട. നമ്മൾ കുത്തിപ്പടിയാണ്. പിന്നെ നമുക്ക് ഈ 1 ടാപ്പൊക്കെ അടിക്കണമെങ്കിൽ ഒറിജിനൽ ക്രാഫ്റ്റ് ഹാൻഡിലൊക്കെ പോയാലും എനിക്ക് പിന്നെ 1 ടാപ്പ് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ സ്ഥലത്തൊക്കെ വെച്ചിട്ട് എങ്ങനെ അടിച്ചു. അപ്പോൾ അതേ വരാൽ ജെയ്സൺ ഇവിടെ നിൽക്കുന്നത്. വരാൽ ജെയ്സൻ്റെ ബോഡി ഷോട്ടാണ് കൊടുത്തത്. അപ്പോൾ അതേ ഒരുത്തൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവനിട്ട് അവൻ കൊറോണ ഇട്ട് പട്ടി തെണ്ടി. അപ്പോൾ ഇവനെങ്ങനെ എൻ്റെ അകത്തൊക്കെ അടിക്കാൻ പറ്റുമോ? ഇതെങ്ങനെയാടാ ഇവൻ എൻ്റെ പുറത്തുനിന്ന് അടിക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ബായിൻ്റെ ഒപ്പം തോറ്റു. എൻ്റെ ടീമേറ്റ് ഇന്ത്യ വിജയ് ബംഗാളിയാണ്. തീർത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ ജയിച്ചിട്ടുണ്ട്. 3 കളി ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവന് 3 കില്ല്, ഞാൻ 3 കില്ല്, അപ്പുറത്തവർ 1 കില്ല്, മറ്റവന് 1 കില്ല്, വരാൽ ജെയ്സന് 1 കില്ല്. അപ്പോൾ എല്ലാം സമം ആയിട്ടാണ് പോകുന്നത്. കില്ലിൻ്റെ കാര്യത്തിൽ മാത്രം ജയിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഇനി എൻ്റെ ടീമേറ്റ് എടുക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഇന്ത്യ വിജയിന് വരാൽ ജെയ്സൺ ഹെഡ് ഷോട്ട്. എൻ്റെ ഏട്ടാ മോൻ. അപ്പോൾ വരാൽ ജെയ്സനാണ് ഞാൻ പേടിക്കേണ്ടത്. അപ്പോൾ അവൻ അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ തെണ്ടീനെ അടിക്കണം. അവനെ തീർത്തിട്ടുണ്ട്. നമുക്ക് വരാൽ ജെയ്സനെയും കൂടി നോക്കിയാൽ മതി. വരാൽ ജെയ്സനെയും കൂടി നമുക്ക് അങ്ങ് അടിച്ചിടാം. അപ്പോൾ വരാൽ ജെയ്സൺ എൻ്റെ പൊന്നടേ, എനിക്ക് നിൽക്കാൻ പോലും പറ്റിയില്ല വരാൽ ജെയ്സൻ്റെ മുമ്പിൽ. പിന്നെ ജീവൻ കുറഞ്ഞിരിക്കുകയായിരുന്നു. അത് വേറെ കാര്യം. ഗ്ലൂ വാളിട്ടൊന്ന് പൊതിഞ്ഞു നിന്നാൽ മതി. പക്ഷെ പൊതിഞ്ഞു നിന്നാലും അവൻ ഫ്ലാഷ് ഫ്രീസർ ഞാൻ മൂഞ്ചൂല. അപ്പോൾ ഇനി അവൻ്റെ വരാൽ ജെയ്സൻ്റെ ടീമേറ്റുള്ള അബ്ദുൽ എന്ന് പറഞ്ഞ ഒരു ബംഗാളിയുടെ തന്നെയാണ്. ബംഗാളിയുടെ ടേക്കാണ്. അപ്പോൾ അവൻ എന്തെടുക്കുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളി തന്നെയല്ലേ, ഒന്ന് ജസ്റ്റ് എൻ്റെ ഏട്ടാ മോനെ 5 ഇയർ ഓൾഡ്. അപ്പോൾ നമുക്കൊന്നങ്ങ് വിട്ടുകൊടുക്കുന്നില്ല ഞാൻ. കാരണം ഫ്ലെയിം ത്രോവറാണ്. അവരൊക്കെ മൂഞ്ചിക്കാനുള്ള സമയം ശരിക്കും എത്തിയിട്ടുണ്ട്. ഇതേ ഒരു പൊട്ടൻ ആ ബംഗാളിനെ ഞാൻ അങ്ങ് തീർത്തോളാം. അപ്പോൾ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വരാൽ ജെയ്സൺ തെണ്ടീനെയും കൂടി അങ്ങ് തീർത്താൽ ഇവിടെ ഞങ്ങൾ പോയി അടിക്കും. ആ വരാൽ ജെയ്സനെ ഞാൻ തീർക്കും. എനിക്ക് ഈ ഫ്ലെയിം ത്രോയർ വെച്ച് തീർക്കുക ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഫ്ലെയിം ത്രോവർ. അപ്പോൾ ഗ്ലൂ വാളൊക്കെ പട്ടക്കെന്നൊക്കെ പൊട്ടും കഴിയും. അപ്പോൾ അവനവിടെ നിന്ന് അപ്പോൾ അവനിട്ട് ഞാൻ നല്ല ഒരെണ്ണം കൊടുത്താൽ 1 ഹെഡ് ഷോട്ട് തന്നെ അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ കാണുന്നുള്ളതുകൊണ്ട് നമ്മളങ്ങനെ കുനിഞ്ഞ് കാണിച്ച് എൻ്റെ പേര് ആസിഫ് എന്നായതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവാൻ വഴിയില്ല. പിന്നെ എങ്ങാനും നമ്മുടെ വീഡിയോ കാണുന്നവനാണെങ്കിലോ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കുറച്ച് മര്യാദ കളിക്കുന്നത്. 1 കളി അവൻ എടുത്തു പോയി. അത് അറിയാണ്ട് ഞാൻ കാരണം തന്നെ 2 ഒന്നിച്ചിരിക്കുന്നത്. 2 നിരത്തി പിടിച്ച് കണ്ടെടുത്തിട്ടുണ്ട്. ദേ ഒരു തെണ്ടിക്കണ്. വരാൽ ജെയ്സനെയും കൂടെ അങ്ങോട്ട് എൻ്റെ മോനെ എനിക്ക് 8 HP അങ്ങനെ ഇവിടെ ബൂയി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ദിവാലി സ്പെഷ്യൽ ഇവൻ്റായിട്ട് ഞാനിവിടെ ലോൺ വോൾഫ് കളിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു ലൈവൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ദിവാലി ഇവൻ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.